ഒരു സ്ത്രീ വിചാരിച്ചാൽ ഒരു കുടുംബം രക്ഷപ്പെടുമോ? രക്ഷപ്പെടുത്താൻ പറ്റുമോ? അല്ലെങ്കിൽ രക്ഷപ്പെട്ടിട്ടുണ്ടോ? അതാണ് ഇന്നത്തെ എൻ്റെ ചോദ്യം. ഈ വീഡിയോയിൽ സ്ത്രീകൾ അധ്വാനിച്ചാൽ കുടുംബം രക്ഷപ്പെടുത്താൻ പറ്റുമോ? കുടുംബം രക്ഷപ്പെടുമോ? അനുഭവങ്ങൾ എങ്ങനെയാണ്? അതാണ് ഈ വീഡിയോയിലൂടെ എനിക്ക് പറയാനുള്ളത്. ഇക്കഴിഞ്ഞ ഇലക്ഷനിൽ കോട്ടയത്തുള്ള ഒരു സ്ത്രീ ഒരു ഇലക്ഷനിൽ നിന്നു വിജയിച്ചു. പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് സ്ഥാനാരോഹണം കഴിഞ്ഞു. അപ്പോൾ അവരുടെ ചരിത്രം പത്രമാധ്യമങ്ങളിൽ വന്നത് ഞാൻ വായിച്ചറിഞ്ഞത് ഇങ്ങനെയാണ്. നല്ല രീതിയിൽ ഉദ്യോഗം ഉണ്ടായിരുന്ന, അധ്വാനിച്ച് ജീവിച്ചിരുന്ന ഭർത്താവ്, കുടുംബം പോറ്റിയിരുന്ന ഭർത്താവ് പെട്ടെന്ന് അസുഖമായി കിടപ്പായി. അപ്പോൾ ജീവിതം മുൻപോട്ട് പോകാൻ ബുദ്ധിമുട്ടിലായി. അങ്ങനെ ഭാര്യ ജിജി ഓട്ടോ ഡ്രൈവറായി ഓട്ടോ ഓടിച്ച് ജീവിതം കരുപിടിപ്പിച്ചു. നാട്ടിൻപുറത്തുള്ള സാധാരണ ജനജീവിതം. ആ ജംഗ്ഷനിൽ അവരൊരു ഓട്ടോ ഡ്രൈവറായി സ്ഥിരം രായും പകലും ആ നാട്ടുകാരുടെ സേവനം, അവർക്കാവശ്യമായിട്ടുള്ള ആശുപത്രി യാത്രകൾ, വിവാഹങ്ങൾ, വിനോദങ്ങൾ, യാത്രപോക്ക്, സ്കൂൾ, കോളേജ് ആവശ്യങ്ങൾ, അവരുടെ തലങ്ങും വിലങ്ങുമുള്ള യാത്രയ്ക്ക് അത്താണിയായി കൂടി അവർ അവരുടെ ജീവിതം കരുപിടിപ്പിക്കാൻ ആവശ്യമായ സമ്പാദ്യം നേടിയെടുക്കുന്നു. ഒപ്പം ഓട്ടോ ഓടാത്ത സമയങ്ങളിൽ പൊതിച്ചോറ് വിൽപ്പന, പൊതിച്ചോറ് ഓട്ടോയിൽ കൊണ്ടു നടന്ന് ആവശ്യക്കാർക്കൊക്കെ കൊടുത്ത് അതിൽ നിന്നൊരു വരുമാനവും. അങ്ങനെ സ്ഥിരോത്സാഹവും കഠിനാധ്വാനവും ആത്മാർപ്പണവും അർപ്പണബോധവും ആ സ്ത്രീയിൽ അവരുടെ ജീവിതം കരുത്ത് പിടിപ്പിക്കാൻ ആവശ്യമായ എല്ലാം കരുതിയിരുന്നു. അതാണ് ഒരു സ്ത്രീ. ഇങ്ങനെ നൂറായിരം സ്ത്രീകളെ നമുക്ക് കണ്ടെത്താൻ കഴിയും. അനിവാര്യമായ സാഹചര്യങ്ങളിൽ കുടുംബനാഥൻ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ, കുടുംബനാഥൻ നോക്കിയില്ലെങ്കിൽ, അതുപോലെ തെറ്റിപ്പിരിഞ്ഞാൽ, ഇല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമായിപ്പോയി കിടപ്പായിപ്പോയാൽ ഉടൻ ആ ചുക്കാൻ, ആ തോണി തുഴയാൻ പങ്കായമെടുത്ത് മുന്നിട്ടിറങ്ങുന്ന ആത്മധൈര്യമുള്ള, ആത്മവിശ്വാസമുള്ള, ചങ്കുറപ്പുള്ള കുറേയേറെ സ്ത്രീജനങ്ങൾ നമുക്കിടയിലുണ്ട്. മാതൃകയായിട്ട് തന്നെ ജിജി അത്തരത്തിലൊരാളാണ്. സാധാരണ സ്ത്രീകൾ എന്ത് ചെയ്യും? ഭർത്താവ് മരിച്ചു പോയാൽ പിന്നെ എന്നെ കൊണ്ടൊന്നും ഒക്കില്ലേ എന്നും പറഞ്ഞ്, എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് കരഞ്ഞും വിലപിച്ചും വീട്ടിലിരിക്കുക. മക്കൾ, അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ, അവരുടെ ജീവിത ചെലവുകൾ വഴിമുട്ടി അമ്മയും മക്കളും കൂടി ആകെ വിഷമത്തിലായി പോവുക. ഇതാണ് നമ്മൾ സാധാരണ കാണുന്ന അവസ്ഥ. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഈ സ്ത്രീ സ്വന്തമായി തോണി വെള്ളത്തിലിറക്കി സ്വന്തമായി തുഴഞ്ഞ് മറുകര തേടി യാത്രയായി. അവിടെ അവർ വിജയിച്ചു. ആ പങ്കായം തുഴയാനുള്ള, ആ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളും ബദ്ധപ്പാടുകളും അകറ്റുന്നതിനാവശ്യമായ വരുമാനം സ്വരൂപിക്കാൻ അവർ സ്വയം മെനക്കെട്ടിറങ്ങി. ഒരു ഓട്ടോറിക്ഷയുടെ പിൻബലത്തോടെ അതിൽ നിന്ന് കിട്ടിയ വരുമാനം അവരുടെ കുടുംബത്തിന് അത്താണിയായി, താങ്ങും തണലുമായി. അതിലവർക്ക് ആത്മവിശ്വാസമായി. ഇനി കുഴപ്പമില്ല, ജീവിച്ചു പോകാം. അപ്പം കിടപ്പായ ഭർത്താവിനുള്ള ചികിത്സയും മക്കൾക്കുള്ള വിദ്യാഭ്യാസത്തിനും മറ്റു വരുമാനത്തിനും വീട്ടുകാര്യങ്ങൾക്കും എല്ലാം അതിൽ നൂറി വരുന്ന വരുമാനം അവർക്ക് താങ്ങായി. ഒപ്പം അവരുടെ കൊച്ചു ബിസിനസ്സായ പൊതിച്ചോറ് വിൽപ്പനയും. അങ്ങനെ അവർ നാട്ടിൽ സജീവമായി. ആ നാട്ടുകാർക്കും സാധാരണക്കാർക്കും എല്ലാവർക്കും ഒരുപോലെ അവർ കണ്ണിലുണ്ണിയായി.
ഉപകാരപ്രദമായ ഒരു വിശ്വസ്തയായ ഒരു ആരാധ്യയായ ഒരു ലേഡിയായി അവർ വളർന്നു വന്നു. അങ്ങനെ ഇരിക്കവെയാണ് ഇക്കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോൾ അവർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. അവരുടെ പെരുമാറ്റവും അവരുടെ ജീവിതത്തിൻ്റെ ഉൾക്കാഴ്ചകളും മുൻപോട്ടുള്ള ലക്ഷ്യങ്ങളും അവരുടെ ആത്മവിശ്വാസവും മനക്കരുത്തും ജീവിതത്തിലെ അനുഭവങ്ങളും മറ്റുള്ളവർക്കും പാഠമാകുന്ന വിധമായിരുന്നു. അതിനാൽ തന്നെ അവരുടെ കരുത്ത് കണ്ടറിഞ്ഞ ജനം അവരെ വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ചു. ആ ഭൂരിപക്ഷത്തിൽ നിന്നുകൊണ്ട് ജിജി അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്കും വളർന്നു വന്നു. അങ്ങനെ ജിജി പഞ്ചായത്തിലേക്ക് ഓട്ടോ ഓടിച്ചു പഞ്ചായത്തിൽ വരുന്ന വീഡിയോയൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. ഓട്ടോ ഡ്രൈവറുടെ കുപ്പായവും അണിഞ്ഞ് ഓട്ടോറിക്ഷയിൽ പഞ്ചായത്തിൽ വരുന്നു, കുപ്പായം മാറ്റി പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ കസേരയിൽ ഇരിക്കുന്നു. തുടർന്നും ഓഫീസ് ടൈമിൽ പഞ്ചായത്ത് പ്രസിഡൻ്റായും ഓഫീസ് ടൈം കഴിയുമ്പോൾ വീണ്ടും പൊതുജനങ്ങൾക്കൊപ്പം എൻ്റെ ഓട്ടോയിൽ ഞാനും ഉണ്ടാകും എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലോടെ ജിജി സ്ഥാനാരോഹണം ചെയ്തു. ഇവിടെ നമ്മൾ സ്ത്രീകളൊരു പാഠം മനസ്സിലാക്കാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. ആപത്ഘട്ടത്തിൽ തകർന്നു പോകാതെ, തളർന്നു പോകാതെ, എന്നെക്കൊണ്ട് ഇനി ഒന്നും പറ്റൂല എന്ന് അങ്ങ് സ്വയം അടിയുറച്ച് വിശ്വസിക്കാതെ ആ വിഷമഘട്ടത്തിൽ നിന്നുകൊണ്ട് തന്നെ അടുത്ത ചുവടെന്ത്, എങ്ങനെ ചുവടുറപ്പിക്കാം. ഇപ്പോൾ കല്ലും മുള്ളും ഉപ്പിച്ചില്ലും നിറഞ്ഞ വഴിയാണ്. അല്പം കഴിയുമ്പോൾ നല്ലൊരു പാത നമുക്ക് വെട്ടിയെടുക്കാൻ പറ്റണം. അതിലൂടെ കടന്നു പോകാൻ പറ്റും എന്നുള്ള പ്രത്യാശയോടുകൂടി നാം ഓരോ ചുവടും മുൻപോട്ട് വയ്ക്കാൻ സ്വയം നമ്മെ പഠിപ്പിച്ചെടുക്കണം, നമ്മെ ധൈര്യപ്പെടുത്തിയെടുക്കണം, നമ്മളിൽ ആത്മവിശ്വാസം നിറയ്ക്കണം. ആ ആത്മവിശ്വാസത്തിൽ നിന്നുകൊണ്ട് നമ്മൾ മുൻപോട്ട് ചലിക്കണം. അത് നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മെ വീക്ഷിക്കുന്ന, നമ്മളെ കാണുന്ന നമ്മുടെ സമൂഹത്തിനും ഒരു മാതൃകയായിരിക്കും. ഇവിടെ ജിജിയെ സഹായിച്ചത് വാസ്തവത്തിൽ എന്താണ്? ജിജിയുടെ ഓട്ടോയാണ്. അതായത് ജിജി ഡ്രൈവിംഗ് പഠിച്ചു. അതായത് ജിജിക്കൊരു തൊഴിൽ അഭ്യസിച്ചു ജിജി. ആ തൊഴിൽ നിന്നുകൊണ്ട് ജിജിക്ക് മുൻപോട്ട് പോകാൻ പറ്റി. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ സ്ത്രീജനങ്ങൾ എന്തെങ്കിലും ഒരു തൊഴിൽ പ്രാവീണ്യം നേടിയിരിക്കണം. ഇപ്പം നമ്മുടെ ഭർത്താവിൻ്റെ വരുമാനത്തിൽ നമ്മൾക്ക് കഴിഞ്ഞു പോകാം. നമ്മൾ നല്ല വെൽ ഓഫ് ആണെങ്കിലും ശരി, ഒരു ചെറിയ വരുമാനം നമ്മളാൽ കഴിയുന്നത് കൂടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയാൽ അത് ആ കുടുംബത്തിനൊരു സപ്പോർട്ടായിരിക്കും. ഇനി അല്ലെങ്കിൽ നമുക്കൊരു തൊഴിൽ നൈപുണ്യം ഉണ്ടെങ്കിൽ ഇതുപോലൊരു സന്ദിഗ്ധ ഘട്ടത്തിൽ നമുക്ക് നമ്മുടെ കുടുംബത്തെ കൈപിടിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാം. ഒപ്പം ആ മനുഷ്യന് വേണ്ട പരിചരണവും ചികിത്സയും യഥേഷ്ടം നടത്തി കൊടുക്കാനും കഴിയും. അങ്ങനെ നമ്മുടെ സ്ത്രീജനങ്ങൾ ഒന്നൊന്നായി ഉണർന്ന് മുൻപോട്ട് വരണം. എന്തെങ്കിലും ഒരു തൊഴിലിൽ നൈപുണ്യം നേടണം. അത് അവരുടെ കുടുംബ ജീവിതത്തെയും സാമൂഹ്യ ചുറ്റുപാടുകളെയും നിലവാരത്തെയും ഏറെ സഹായിക്കും. ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. ഇവിടെ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സ്ത്രീകൾ ഒരു തൊഴിൽ പഠിക്കേണ്ടതുണ്ടോ? സ്ത്രീകൾ എങ്ങനെയായിരിക്കണം? നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.